ഇസ്രായേലിൻ്റെ സാമ്രാജ്യം തകർക്കാൻ ഇറാൻ ലെബനാനെ ഉപയോഗിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇസ്രായേൽ കേന്ദ്രീകൃതമായി ഇപ്പോൾ പുറത്തു വരുന്നത്. അതിനവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ഷെബ ഫാംസ് എന്ന് പറയുന്ന 25 ചതുരശ്ര കിലോമീറ്റർ വിസ്താരമുള്ള ലെബനാൻ്റെ പ്രദേശം 967 ഇസ്രായേൽ പിടിച്ചടക്കിയിട്ടുണ്ട്. ആ മേഖലയിൽ കാർഷിക വിളകളുടെ ഭൂമികയായിട്ടാണ് അത് കണക്കാക്കുന്നത്. ജനവാസ മേഖലയായിട്ടും അതിനെ കണക്കാക്കിയിട്ടുണ്ട്. അത് ഇപ്പോൾ യഥാർത്ഥത്തിൽ 967 ശേഷം ഇസ്രായേലിൻ്റെ കൈവശത്തിലാണ്. ലെബനാൻ അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ഇസ്രായേലിൻ്റെ, അഥവാ ഇസ്രായേലിൻ്റെയും സിറിയയുടെയും ലെബനാൻ്റെയും അതിർത്തി ചേർന്നുള്ള പ്രദേശമാണ് ഷെബ ഫാംസ് എന്ന് പറയുന്ന പ്രദേശം. അപ്പോൾ ഇവിടെയാണ് ഗോലാൻ കുന്നുള്ളത്. ഗോലാൻ കുന്നിനോട് ചേർന്നിട്ടാണ് ഈ പ്രദേശം കണക്കാക്കുന്നത്. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരൊരു ഇപ്പം നിലനിൽക്കുന്ന ഒരു രാജ്യമായിട്ട് തുടരുക എന്നതിനപ്പുറം അതൊരു സാമ്രാജ്യമാക്കി മാറ്റണം എന്നുള്ളത് അവരുടെ ലക്ഷ്യത്തിൽ പ്രധാനപ്പെട്ടതാണ്. അത് രഹസ്യമായിരിക്കുന്ന ഒരു അജണ്ടയല്ല, പരസ്യമായി തന്നെ UN സഭയിൽ വെച്ച് പോലും ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ കാര്യം പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അതിൽ അവർ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നത് ലെബനാനാണ്. ലെബനാൻ കീഴടക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും 967 ശേഷം ഈ മേഖല പിടിച്ചടക്കിയതിനോടനുബന്ധിച്ച് ലെബനാൻ ഏറെക്കുറെ ശാന്തമാണ്, വിഷയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ 82 കാലത്ത് അവിടെ ഷിയാക്കളുടെ പിന്തുണയോടുകൂടി ഷിയ മിലീഷ്യ വിഭാഗമായിട്ടാണ് അവിടെ ഹിസ്ബുള്ള ഗ്രൂപ്പ് ഉണ്ടാകുന്നത്. അതിനൊരു കാരണം അവർ പറയുന്നു. തെക്കൻ ലെബനാനിൽ 982 ഇസ്രായേൽ ചില പ്രദേശങ്ങൾ പിടിച്ചെടുത്തു. ലെബനാനിൽ നിന്ന് പ്രതിരോധിക്കാൻ വേണ്ടി ലെബനാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല. ഈ 82 കാലഘട്ടത്തിലാണ് ഹിസ്ബുള്ള ഗ്രൂപ്പ് ഉണ്ടാകുന്നത്. ഹിസ്ബുള്ള ഗ്രൂപ്പ് ചെറുത്ത് നിൽക്കുകയും പ്രതിരോധിക്കുകയും ചെയ്തു. ഏകദേശം 2000 വർഷത്തോടടുത്തതോടുകൂടി ആ മേഖലയിൽ നിന്ന് പൂർണ്ണമായ രീതിയിൽ ഇസ്രായേൽ സൈന്യത്തിന് പിന്മാറേണ്ടി വന്നു. അതോടനുബന്ധിച്ച് ഹിസ്ബുള്ള ഗ്രൂപ്പ് നടത്തിയിരിക്കുന്ന ഒരു പ്രസ്താവന, യുദ്ധം കൊണ്ടല്ലാതെ ഒരിക്കൽ പോലും ഇസ്രായേലിനെ പരാജയപ്പെടുത്താൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഈ ഇസ്രായേലിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും ഉണ്ടാക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ 2026 നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം. ഇസ്രായേലിൻ്റെ നെഞ്ചുകൂട് തകർത്തുകൊണ്ട് മുന്നേറുമെന്ന് ഹിസ്ബുള്ള ഗ്രൂപ്പ് ഇതിൻ്റെ ഇടയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ആക്രമണങ്ങളും ഏറ്റുമുട്ടലുകളും നിത്യേന ഉണ്ടാകുന്നു. അപൂർവമായിട്ട് മാത്രമാണ് റിപ്പോർട്ടായിട്ട് പുറത്തു വരുന്നത്. ഷെബ ഫാംസിനെ കുറിച്ച് അവർ പറയുന്നു, ഏകദേശം 9 മുതൽ 11 കിലോമീറ്റർ നീളവും 2.5 കിലോമീറ്റർ വീതിയുമുള്ള കാർഷിക വിളകളാൽ നിറഞ്ഞിരിക്കുന്ന ജനവാസ യോഗ്യമായിരിക്കുന്ന ഭൂപ്രദേശം 967 ഇസ്രായേൽ പിടിച്ചടക്കുന്നു. ആ പിടിച്ചടക്കിയ അത്രയും പ്രദേശം തങ്ങളുടെ മേഖലയാണ്. അത് തിരിച്ചു കിട്ടണമെന്നുള്ളതാണ്. ഇപ്പോൾ ജനവാസം പ്രശ്ന മേഖല ആയതുകൊണ്ട് അല്പാൽപ്പം കുറഞ്ഞിട്ടുണ്ട് എന്നല്ലാതെ പ്രദേശം വിട്ടുകൊടുക്കാൻ തങ്ങൾ ഒരിക്കലും തയ്യാറല്ല എന്ന് പറയുന്നു. അപ്പോൾ ഈ പ്രദേശത്തിനപ്പുറം ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഗോലാൻ കുന്നിലേക്കും അവർ കൈവച്ചിരിക്കുന്നു. അപ്പോൾ ഗോലാൻ കുന്ന് എന്ന് പറഞ്ഞാൽ 1800 ചതുരശ്ര കിലോമീറ്റർ വിസ്താരമുള്ള ഏറ്റവും ഉയരം കൂടിയ മേഖല, ഏറ്റവും ഉയരം കൂടിയിരിക്കുന്ന ഭൂപ്രദേശമാണ്. ഇവിടെ നിന്ന് തായ്വാരത്തേക്കുള്ള വടക്കൻ ഇസ്രായേൽ ആണെങ്കിലും ലെബനാൻ ആണെങ്കിലും സിറിയ ആണെങ്കിലും നിരീക്ഷിക്കാനും അവിടെ നടക്കുന്ന സംഭവത്തെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ ശേഖരിക്കാനും സാധിക്കും ഇസ്രായേലിന്. അതുകൊണ്ട് ഈ പ്രദേശം അന്ന്, അതായത് 67 യുദ്ധത്തിന് ശേഷം പിന്നീട് പല ഘട്ടങ്ങളിലായി UN സഭയിൽ ഈ പ്രമേയം കൊണ്ടുവരികയും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ അവിടുന്ന് പിന്മാറണമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. 3 ഭാഗമായിട്ട് ഗോലാൻ കുന്നിനെ തരംതിരിച്ചിരിക്കുന്നു. ഒന്ന് ഇസ്രായേലിൻ്റെ കൈവശത്തിലുള്ളത്, ഒന്ന് ലെബനാൻ്റെ സിറിയയുടെ കൈവശത്തിലുള്ളത്, മറ്റൊന്ന് UN സഭയുടെ 2 വിഭാഗത്തിൻ്റെയും കൈവശത്തിലല്ലാതെ UNൻ്റെ മേൽനോട്ടത്തിൽ, അതായത് UNൻ്റെ നേരിട്ടുള്ള നേതൃത്വത്തിലുള്ളതാണ്. അതിൽ 2 കൂട്ടർക്കും അവകാശമില്ലാതെ വലിയ അഭിപ്രായ ഭിന്നതകളും വിഷയങ്ങളും ഉള്ളതുകൊണ്ട് ഒരു മധ്യസ്ഥര നിലയ്ക്ക് UN ഏറ്റെടുത്താണ്. എന്നാൽ ഇപ്പോൾ സിറിയയിൽ ഭരണം മാറി പുതിയ ഭരണ സംവിധാനം വന്നു. ആ ഭരണ സംവിധാനത്തിന് അമേരിക്ക പിന്തുണ കൊടുത്തു. അമേരിക്കയ്ക്കും ഇസ്രായേലിനും യോജിപ്പുള്ള ഭരണ സംവിധാനമായി വന്നതോട് കൂടിയിട്ട് ഈ ഗോലാൻ കുന്നിൻ്റെ ഭാഗങ്ങൾ സിറിയയുടെ കൈവശത്തിലുള്ളത് ഇസ്രായേൽ കൈവശപ്പെടുത്തി. UN സഭയിലുള്ളതിൻ്റെ പരമാവധി മേഖലയെല്ലാം ഇപ്പോൾ ഇസ്രായേലാണ് കൈവശപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ സാമ്രാജ്യം വിപുലപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ലെബനാന്, സിറിയ പോലെയുള്ള തൊട്ടടുത്ത പ്രദേശങ്ങളിലുള്ള ഭൂപ്രദേശം പരമാവധി പിടിച്ചെടുക്കുക എന്നുള്ളത് അവരുടെ ആദ്യം തീരുമാനിക്കുന്ന ലക്ഷ്യമാണ്. എന്നെ ദൈവം അതിന് നിയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു UN സഭയിൽ പറഞ്ഞത്.
വിസ്താരമാക്കപ്പെട്ട ഒരു രാജ്യ സംവിധാനങ്ങൾ താൻ ഉണ്ടാക്കുക തന്നെ ചെയ്യും. ഗസ, ഈ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന പ്രദേശങ്ങൾ തങ്ങളുടെ ഭാഗമാണ്. അഥവാ അതൊരിക്കലും അതൊന്നും ഒരിക്കലും പാലസ്തീൻ ആവാൻ വേണ്ടി തങ്ങൾ സമ്മതിക്കില്ല, തങ്ങളുടെ രാജ്യത്തിൻ്റെ ഭാഗമാണ് എന്നുകൂടി ഇസ്രായേൽ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞതാണ്. പിടിച്ചെടുക്കപ്പെടുന്ന പ്രദേശങ്ങളിലെല്ലാം ജൂത കുടിയേറ്റങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് അത് അന്നക്സ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്, കൂട്ടിച്ചേർക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രദേശം പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ അവരുടെ ദേശത്തെ കൂട്ടിച്ചേർത്ത് അവർ പാർലമെൻറ്റിൽ, അവരുടെ നെസറ്റിൽ ഒരു പ്രസ്താവന ഇറക്കും. പിന്നീട് അത് ഒരു രാജ്യമായിട്ടാണ്, അവരുടെ രാജ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് അംഗീകരിക്കുന്നത്. ഇതിനെ എതിർക്കാൻ വേണ്ടിയിട്ട് ലോകത്തിലെ സൈനിക ശക്തിയിൽ ഏറ്റവും പ്രബലരായിരിക്കുന്ന അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി പോലുള്ള ഒരു രാജ്യവും വരില്ല. കാര്യം എന്താണോ ഇസ്രായേൽ പറയുന്നത് ആ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തിട്ട് അത് അങ്ങനെ തന്നെ അംഗീകരിക്കുന്ന ഒരു പ്രവൃത്തിയും ഒരു സ്വഭാവ രീതിയുമാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കാണാൻ വേണ്ടി സാധിക്കുക. കഴിഞ്ഞ കുറേ നാൾ വെച്ചാൽ 1948 ഇസ്രായേൽ സ്വാതന്ത്ര്യത്തിന് ശേഷം, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ സ്വാതന്ത്ര്യം ഉണ്ടായത് തന്നെ യഥാർത്ഥത്തിൽ ഇവരുടെ പിന്തുണയോടുകൂടിയാണ്. ഈ രീതിയിലാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിനൊരു ബദൽ സംവിധാനം എന്ന് പറഞ്ഞാൽ, കാര്യം എന്ന് പറയുന്നത് ഇപ്പം നടക്കുന്ന യുദ്ധം എന്ന് പറയുന്നത് ലെബനാനുമായിട്ട് ലെബനാനെ പറ്റിയിട്ടാണ് പരാമർശിക്കുന്നത്. ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നുമല്ല. ഈ മേഖല മൊത്തത്തിൽ അങ്ങനെയാണ്. അപ്പോൾ ഇപ്പോൾ ശാന്തമായിരിക്കുന്ന രണ്ട് രാജ്യമാണ്, ഒന്ന് ഈജിപ്ത്, രണ്ടാമത്തത് ജോർദാൻ. ഈ രണ്ട് രാജ്യവും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാജ്യത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ അവർക്ക് എല്ലാ കാലത്തും ഈ ഇസ്രായേലിനോടും അമേരിക്കയോടും വലിയ രീതിയിലുള്ള ബന്ധങ്ങളുണ്ട്. അവിടെ സൈനിക താവളങ്ങളുണ്ട്, സൈനിക സംവിധാനങ്ങളുണ്ട്, വലിയ സൗഹൃദ രാജ്യമാണ്. നയതന്ത്ര ബന്ധത്തിനപ്പുറം ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിലൊക്കെ ജോർദാൻ്റെ ഭരണാധികാരിയും ഈജിപ്തിൻ്റെ ഇപ്പോഴത്തെ ഭരണാധികാരിയും അമേരിക്കയുമായിട്ട് വലിയ ബന്ധമുണ്ട്. അപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആ രാജ്യത്തെ കീഴടക്കാൻ വേണ്ടി ഇസ്രായേൽ സാധിക്കും എന്നവർ വിശ്വസിക്കുന്നു. എന്നാൽ ലെബനാനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവാത്തത് ഈ അറേബ്യൻ രാജ്യങ്ങളുടെ സംരക്ഷണം കൂടി ഏറ്റെടുത്തുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇസ്രായേൽ സാമ്രാജ്യം തകർക്കാൻ വേണ്ടിയിട്ട് ഇറാൻ ലെബനാൻ ഉപയോഗിക്കുന്നു എന്ന് ഇസ്രായേൽ പറയാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യമാണ്. അതിന് ലെബനാൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത് ഇസ്രായേലിൻ്റെ നെഞ്ചുകൂട് തകർക്കുന്ന വിധമുള്ള ആക്രമ പരമ്പര ലെബനാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് വരും ദിവസങ്ങളിൽ ഇപ്പോൾ കണ്ടതിനേക്കാൾ ഇരട്ടിയായിട്ട് വർദ്ധിക്കും. തീർച്ചയായിട്ടും ഞങ്ങൾക്കതിന് സാധിക്കും, ഞങ്ങൾക്കതിന് സാധിച്ചിട്ടുണ്ട്. അതിന് 1967 യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചും പിന്നീട് 82-ൽ ഭൂമി പിടിച്ചെടുത്തുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അവർ നിലവിൽ പറയുന്നുണ്ട് എന്ന് ചുരുക്കം.